സ്വാഭാവികമായും ഈ ഭൂമി ലോകത്ത് ഈ ഭൗതികമായ ലോകത്തിൻ്റെ ചുറ്റുപാടുകളും പരിസരങ്ങളും സാഹചര്യങ്ങളുമൊക്കെ ബുദ്ധിപരമായി വിലയിരുത്തുകയും നിർവചിക്കുകയും ആ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളിലൂടെ ചിന്താമണ്ഡലങ്ങളെ കൊണ്ടുപോകാനുള്ള മനുഷ്യജീവിതത്തിൻ്റെ ഉത്തരവാദിത്തത്തെ ക്രിയാത്മകമായി നിർവഹിക്കുവാൻ സന്നദ്ധനാവുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ തീർച്ചയായും ഈ അത്ഭുതങ്ങളുടെ കലവറയായ പ്രപഞ്ചത്തിൻ്റെയും സ്വന്തത്തിൻ്റെയും പിന്നിലുള്ള ഒരു സൃഷ്ടാവിനെ തീർച്ചയായും തിരിച്ചറിയുക തന്നെ ചെയ്യും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം, തഫക്കറു ഫിൽ ഖൽഖി വലാ തഫക്കറു ഫിൽ ഖാലിഖ്. നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ, ഈ അത്ഭുതങ്ങളുടെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടോ എന്ന് ചിന്തിക്കണം. ആ സൃഷ്ടാവിനെ നിങ്ങൾ പഠിക്കുവാനും ആലോചിക്കുവാനും പോകേണ്ടത് തഫക്കറു ഫിൽ ഖൽഖ്, ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിചരാചരങ്ങളിലേക്ക് ചിന്തിക്കുകയും ആ പ്രപഞ്ചത്തെ വായിക്കുകയും ചെയ്തുകൊണ്ടാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ലോകത്തെക്കുറിച്ച് പഠിച്ചാൽ, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചാൽ, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്കുമേൽ ഏകദൈവ വിശ്വാസം ഏകാധിപത്യത്തിൽ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. മനുഷ്യനു നൽകപ്പെട്ട ബുദ്ധിയോട് ചിന്താപരമായും ബുദ്ധിപരമായും സംവദിക്കുവാനും സംസാരിക്കുവാനും സന്നദ്ധമായി കൊണ്ടാണ് ആ മനുഷ്യരാശിക്കുമേൽ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ഏകനായ അള്ളാഹുവിന്റെ ആസ്തിക്യത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. ഏകാധിപത്യത്തിൽ ഒരു ദൈവവിശ്വാസം മാനവരാശിക്ക് മുന്നിൽ അടിച്ചേൽപ്പിക്കുന്നതിനു പകരം അള്ളാഹുവിന്റെ ഖുർആൻ മനുഷ്യരോടായി ചോദിക്കുന്നത്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത്. പ്രപഞ്ചങ്ങളെ, പർവ്വതങ്ങളെ, വാനലോകങ്ങളെ അള്ളാഹു തന്ന ബുദ്ധി കൊണ്ട് വായിക്കുവാനും ചിന്തിക്കുവാനും തിരഞ്ഞ് നിർവചിക്കുവാനും നിങ്ങൾ സന്നദ്ധമായി കഴിഞ്ഞാൽ തഫക്കറു ഫിൽ ഖൽഖ് വലാ തഫക്കറു ഫിൽ ഖാലിഖ്. അങ്ങനെ ഈ പ്രപഞ്ചത്തെ വായിക്കാൻ നിങ്ങൾ സന്നദ്ധരായാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നതാണ്. ആ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് തീർച്ചയായും ചിന്തിക്കുന്ന മനുഷ്യബുദ്ധിയോട്